ഖുർആനെ അവഗണിച്ചുള്ള ഒരു ജീവിതം വിശ്വാസിക്ക് ഭൂഷണമല്ല. ഫീഹിൽ ഹുദാ വന്നൂർ, അതിലാണ് നിങ്ങൾക്ക് നേർമാർഗമുള്ളത്, അതിലാണ് നിങ്ങൾക്ക് വെളിച്ചമുള്ളത്. അതുകൊണ്ട് ഫഖുദൂ ബികിതാബില്ലാഹ്, ഒന്നാമതായി എനിക്ക് മുഅ്മിനീങ്ങളെ നിങ്ങളോട് പറയാനുള്ളത് അല്ലാഹുവിന്റെ ഖുർആൻ മുറുകെ പിടിക്കണമെന്നാണ്. ഫസ്തംസികൂ ബിഹി, നിങ്ങളാൽ കഴിയുന്നത് പോലെ നിങ്ങളുടെ അവയവങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അത് മുറുകെ പിടിക്കൂ, അതിന്റെ സന്ദേശം ഉൾക്കൊള്ളൂ. ഒന്നാമതായി മുത്ത് റസൂൽ പറഞ്ഞു തന്നത് ഖുർആനാണ്. രണ്ടാമത് പറഞ്ഞത് വാഹ്ലു ബൈത്തി, എന്റെ പ്രിയപ്പെട്ട കുടുംബമാണ്, എന്റെ പ്രിയപ്പെട്ട മക്കളാണ്. ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി, ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി. ആ ഒരു ശൈലി എന്നെ ശ്രദ്ധിക്കണം. നിങ്ങൾ എൻ്റെ അഹ്ലുബൈത്തിന് മുറുകെ പിടിക്കണം എന്നൊരു വാക്കുകൊണ്ട് അവസാനിപ്പിക്കല്ല ചെയ്തത്. പിന്നെയോ ഉദക്കിറുകുമുല്ല, ഞാൻ നിങ്ങൾക്ക് അള്ളാഹനെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹനെ നിങ്ങൾ ഓർക്കണം. ഫീ അഹ്ലി ബൈത്തി, എന്റെ അഹ്ലുബൈത്തിന്റെ കാര്യത്തിൽ അള്ളാഹനെ ഓർക്കണം കേട്ടോ. അവരെ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ, അത് നിങ്ങൾക്ക് രക്ഷയുടെ മാർഗമാണെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കേരളക്കരയിൽ അള്ളാഹു നമുക്ക് തന്ന വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്ന് നമുക്ക് നേതൃത്വം നൽകാൻ അഹ്ലുബൈത്തിനെ തന്നു എന്നതാണ്. അത് നിസ്സാരമായൊരു സംഗതിയല്ല. അവര് നമ്മുടെ രക്ഷാ കവചങ്ങളാണ്, അത് നമ്മളെ രക്ഷപ്പെടുത്താനുള്ളതാണ്. അഹ്ലുബൈത്തി കസഫീനത്തിനൂ, എന്റെ അഹ്ലുബൈത്ത്, എന്റെ കുടുംബം നൂഹ് നബിയുടെ കപ്പൽ പോലെയാ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് നല്ല പോലെ ശ്രദ്ധിക്കണം. അഹ്ലുബൈത്തി കസഫീനത്തി നൂഹ്, എൻ്റെ അഹ്ലുബൈത്ത്, എൻ്റെ മക്കള്, എൻ്റെ കുടുംബം, എൻ്റെ കുടുംബം കസഫീനത്തി നൂഹ്, നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്. എന്തേ അങ്ങനെ പറഞ്ഞത്? അതിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. മൻ റക്കിബഹാ നജാ, ആര് ആ കപ്പലിൽ കയറിയോ അവർ രക്ഷപ്പെട്ടിരിക്കും. വമൻ തഖല്ലഫ അൻഹാ ഹലക, അതിൻ്റെ കുറ്റവും കുറവും പോരായ്മയും നോക്കി ആര് അതിൽ നിന്ന് പിന്മാറിയോ, ആരതിനെ അവഗണിച്ചോ അവർക്ക് ഹലാക്കാണ്, അവർക്ക് നാശമാണെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കപ്പലിൻ്റെ കുറ്റം കുറവും നോക്കി നടക്കണ്ട. നൂഹ് നബിയുടെ കപ്പൽ സത്യത്തിൽ ഒരു കപ്പൽ തന്നെയായിരുന്നില്ല. ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞെന്താ അറിയോ? വഹമൽനാഹു അലാ ദാത്തി അൽവാഹിൻ വദുസുർ, കുറെ ആണികളുടെയും പലകകളുടെയും മുകളിൽ അദ്ദേഹത്തെയും കൂട്ടരെയും നാം ചുമന്നു എന്നാണ്. ആരെ? നൂഹ് നബിയെയും തൻ്റെ കൂടെയുള്ളവരെയും ഭൂലോകത്തുള്ള എല്ലാ മൃഗങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വഹമൽനാഹു അലാ ദാത്തി അൽവാഹിൻ വദുസുർ. ലൗഹിന്റെ ബഹുവചനാണ് അൽവാഹ്. ലൗഹ് എന്ന് പറഞ്ഞാൽ സ്ലേറ്റ്, പലക എന്നർത്ഥം. അൽവാഹ് എന്ന് പറഞ്ഞാൽ പലകകൾ. വഹമൽനാഹു അലാ ദാത്തി അൽവാഹിൻ, കുറെ പലകകളുടെ മുകളിൽ അദ്ദേഹത്തെ നാം ചുമന്നു. വദുസുർ, കുറെ ആണികളും. എന്തേ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞെന്താണെന്നറിയോ? ശരിക്കൊരു കപ്പല് എന്ന് പറയാൻ പോലും അത് പറ്റൂലായിരുന്നു. അങ്ങനെയായിരുന്നു. ഫദഅ റബ്ബഹു അന്നി മഗ്ലൂബുൻ ഫന്തസിർ ഫഫതഹ്നാ അലൈഹിം അബ്വാബസ് സമാഇ ബിമാഇൻ മുൻഹമിർ വഫജ്ജർനൽ അർള ഉയൂനാ ഫൽതഖൽ മാഉ അലാ അംരിൻ ഖദ് ഖുദിർ വഹമൽനാഹു അലാ ദാത്തി അൽവാഹിൻ വദുസുർ. അദ്ദേഹത്തെയും കൂട്ടരെയും കുറെ ആണികളുടെയും പലകകളുടെയും മുകളിൽ ചുമന്നു. ഇതെന്തിനാ പറഞ്ഞെന്നറിയോ? അങ്ങനെയായിരുന്നു നൂഹ് നബിയുടെ കപ്പൽ. അതുകൊണ്ടാണ് മകൻ കൻആനോട് പോലും നൂഹ് നബി പറഞ്ഞല്ലോ, പൊന്നുമോനെ ഈ കപ്പലിൽ കയറിക്കോ, ഇല്ലെങ്കിൽ നാശം വരുന്നു പറഞ്ഞപ്പോ ബാപ്പാനെ പരിഹസിച്ചു മകൻ. അല്ല ബാപ്പ, അങ്ങക്ക് വലിയ സുഖല്ലേ, നിങ്ങൾ എന്ത് വർത്താനായി പറയണത്? ഈ ഓട്ടക്കപ്പലിൽ കയറിയാൽ എങ്ങനെ രക്ഷപ്പെടുമെന്നാ നിങ്ങൾ പറയുന്നത്? അഥവാ
അങ്ങനെ ഒരു വലിയ പ്രളയം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഈ പർവ്വതത്തിലേക്ക് കയറിയിട്ട് ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടുകൊള്ളും എന്ന് മകൻ ബാപ്പാനോട് പറയാൻ. وكان في معزل يا بني اركب معنا ولا تكن مع الكافرين. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രളയത്തിന്റെ തൊട്ടു മുമ്പ് തന്റെ പ്രിയപ്പെട്ട പുത്രനോട് പറഞ്ഞു, മോനെ വിട്ടു നിൽക്കല്ല. വകാന ഫീ മഅ്സിലിൻ, ആ മകൻ വിട്ടു നിൽക്കുകയായിരുന്നു. ബാപ്പയോടടുക്കാൻ തയ്യാറായില്ല. ബാപ്പ പറയുന്നത് കേൾക്കാൻ മകന് താല്പര്യമില്ല. ബാപ്പയുടെ ആശയങ്ങളോട് മകൻ യോജിക്കുന്നില്ല. ആ സമയത്ത് മകനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ഇർകം മഅനാ, കുട്ടിയെ ഞങ്ങളുടെ കൂടെ ഈ കപ്പലിലേക്ക് കയറണം മോനെ. വലാ തകുൻ മഅൽ കാഫിരീൻ, നീ അവിശ്വാസികളുടെ കൂടെ കൂടല്ല, നീ തിന്മയിലേക്ക് പോകല്ല. അതിശക്തമായ പ്രളയം വരാൻ പോകുന്നുണ്ട്. ആ പ്രളയത്തിൽ എന്റെ കുട്ടി മരിച്ചു പോകും. അതുകൊണ്ടാ പറയണത് ഈ കപ്പലിൽ കയറൂ. അപ്പഴാ ആ മോന്റെ ചോദ്യം. അവിടെ ആ കപ്പലിന്റെ കുറ്റും കുറവും നോക്കി. എന്ത് കപ്പലാത്? ഇതില് കയറിയിട്ട് എങ്ങനെ രക്ഷപ്പെടുക? അഹ്ലുബൈത്തി കസഫീനത്തി നൂഹ്, എന്റെ അഹ്ലുബൈത്ത് നൂഹ് നബിയുടെ കപ്പലാണെന്നാ പറഞ്ഞത്. ചില ആളുകൾ കപ്പലിന്റെ കുറ്റും കുറവും നോക്കാൻ നടക്കും. അവരുടെ താല്പര്യം അതാണ്. നൂഹ് നബിയുടെ സ്വന്തം മകനായിട്ട് പോലും ആ മകൻ ബാപ്പാനോട് ചോദിച്ച ചോദ്യം, ഈ കപ്പലിൽ കയറിയിട്ട് എങ്ങനെ രക്ഷപ്പെടുന്ന വാപ്പാ നിങ്ങൾ ഈ പറയണത്? കപ്പൽ അങ്ങനെയാണ്, കപ്പലിന് കുഴപ്പങ്ങളുണ്ട്. നൂഹ് നബിക്ക് പണ്ട് കപ്പലുണ്ടാക്കലായിരുന്നില്ലല്ലോ പണി. നൂഹ് നബിക്ക് കപ്പലുണ്ടാക്കലായിരുന്നില്ല പണി. അള്ളാഹുവിന്റെ പ്രത്യേക തീരുമാനം വന്നപ്പോൾ, നൂഹ് നബി നിർദ്ദേശം വന്നപ്പോൾ അറിയുന്നത് പോലെയൊക്കെ കപ്പലുണ്ടാക്കി. ഒരുപാട് പോരായ്മകൾ, ന്യൂനതകൾ അതിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ മോൻ ആ ന്യൂനത എടുത്തു പറഞ്ഞിട്ട് പറഞ്ഞു, പൊന്നാര വാപ്പ, തൽക്കാലം എന്നെ കിട്ടൂല നിങ്ങളെ ഈ കപ്പലിൽ കയറാൻ. അങ്ങനൊരു വെള്ളപ്പൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഏതെങ്കിലും പർവ്വതത്തിന്റെ ഉച്ചിയിലേക്ക് കയറും ബാപ്പ. ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഞാൻ കയറലോടുകൂടെ അഥവാ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ എനിക്ക് രക്ഷ കിട്ടും. ആ ബാപ്പ പൊന്നുമോനോട് വീണ്ടും പറഞ്ഞു, പൊന്നുമോനെ, ലാസിമൽ യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മർറഹിം, നീ വിചാരിച്ചതുപോലെയല്ല കാര്യം. അള്ളാന്റെ സംരക്ഷണം കിട്ടിയവർക്കല്ലാതെ ഇന്ന് വിജയമില്ല. ഇതങ്ങ് പറയേണ്ട താമസം. പ്രിയപ്പെട്ട നൂഹ് നബിയും അനുയായികളും കപ്പലിലായിരുന്നു. മകൻ കപ്പലിന്റെ പുറത്തായിരുന്നു. വഹാല ബൈനഹുമൽ മൗജു വകാന മിനൽ മുഗ്റഖീൻ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, വഹാല ബൈനഹുമൽ മൗജു, അവർക്കിടയിൽ വലിയ തിരമാല മറയിട്ടു. ബാപ്പയും മകനും രണ്ടും രണ്ടായി. കപ്പലിലുള്ളവർ രക്ഷപ്പെട്ടു. വകാന മിനൽ മുഗ്റഖീൻ, മകനാവട്ടെ മുങ്ങിച്ചത്തുപോയി. ആ കപ്പലിന്റെ കുറ്റും കുറവ് നോക്കി നടന്നു. സഹോദരാ സഹോദരി, ചിന്തിക്കണം. കപ്പലിന്റെ കുറ്റും കുറവും നോക്കി നടക്കണ്ട. അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹ്, നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ് എന്റെ അഹ്ലു ബൈത്ത് എന്നാ പറഞ്ഞിട്ടുള്ളത്. അവരെ മുറുകെ പിടിച്ചാൽ തീർച്ചയായും അത് വലിയ രക്ഷയാണ്. ജല്ല ജലാലായ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, മാസം തോറും മഹത്തായ രൂപത്തിൽ ഈ മജ്ലിസുൻ നൂർ സലാത്തിന്റെ മജ്ലിസ് ഇവിടെ നടക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളതിന് വില കൽപ്പിക്കണം. അത് അഹ്ലുബൈത്തിന്റെ നേതൃത്വത്തിലും സാന്നിധ്യത്തിലുമാകുമ്പോൾ അതിൻ്റെതായ ഒരു പവറുണ്ട്, അതിൻ്റെതായ ഒരു ഫളിലുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അവരെ നമ്മൾ അങ്ങേയറ്റം ആദരിക്കണം. അതെന്തേ കാര്യം എന്നറിയോ? അവരെ ആദരിച്ചാൽ അതിൻ്റെ ഒരു ഫضല് നമുക്ക് കിട്ടും. തങ്ങളിനോട് ഇന്ന വിഷയം പറയണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സലാത്തിന്റെ പരിപാടി ഉണ്ട്, വാർഷികമുണ്ട്, ദ്വാരിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഒരു സന്തോഷമാണ്, അഹ്ലുബൈത്തിന്റെ നേതൃത്വത്തിൽ ഒരു നാട്ടിലൊരു പരിപാടി നടക്കുക എന്ന് പറയുമ്പോൾ അത് ആ നാടിനൊരു ഇസ്സത്താണ്, അത് വലിയ ഖൈറാണ്.
അതിൽ എല്ലാ അർത്ഥത്തിലും നമ്മൾ സഹകരിച്ച് ആ ഒരു സംരക്ഷണത്തിൻ്റെ ആ ഒരു കേന്ദ്രം നമ്മൾ നിലനിർത്തണം. അവരെ നമ്മൾ പരിഗണിക്കണം, അവരെ നമ്മൾ ആദരിക്കണം. അർബഅത്തുൻ 4 വിഭാഗം ആളുകൾ അന ഷഫീഉൽ ലഹും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞാൻ അവർക്ക് ഷഫാഅത്ത് ചെയ്തിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 വിഭാഗം ആളുകൾക്ക് എൻ്റെ ഷഫാഅത്തുണ്ടാകും. ആരാണ് ആ 4 വിഭാഗം? ഒന്ന് അൽ മുക്രിമു ലിദുർരിയതി, എന്റെ പൊന്നുമക്കളെ ആദരിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്. അവരുടെ ശരീരത്തിലൂടെ ഓടുന്ന രക്തം എൻ്റെ രക്തമാണ്. ആ നിലയിൽ എൻ്റെ മക്കളാണെന്ന താല്പര്യത്തോടെ അവരെ ആദരിക്കുന്നവർ. എന്തിനാ ഈ അഹ്ലുബൈത്തിനെ നമ്മൾ ഇങ്ങനെ ആദരിക്കുന്നത്? ചെറിയ മക്കളാണെങ്കിൽ പോലും നമ്മൾ വേഗം അവരെ കയ്യെ പിടിച്ച് മുത്തും. അവരോട് നമുക്ക് വലിയ താല്പര്യമാണ്, അവരോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. എന്തേ കാര്യം? ഒരു കാര്യമുണ്ട്, നമ്മളുടെ സ്വന്തം നഫ്സിനേക്കാൾ നമ്മൾ ഇഷ്ടപ്പെടേണ്ട മുത്തുനബിയുടെ രക്തമാണ്, ആ രക്തവുമായി ബന്ധമുള്ള രക്തമാണ് അവർക്കുള്ളത്. അതന്നെ, അത് ഭയങ്കര ആ ഒരു ആദരവ്, ആ ഒരു ബഹുമാനം. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ പാണക്കാട് സയ്യിദ് മൊയ്ൻ അലി ശിഹാബ് തങ്ങളെ എങ്ങനെയാണ് ആലിക്കുട്ടി ഉസ്താദ് അഭിസംബോധനം ചെയ്തത്? ആലിക്കുട്ടി ഉസ്താദ് പറഞ്ഞ മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ മകൻ, ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ മകൻ എന്ന് പറഞ്ഞല്ലേ പരിചയപ്പെടുത്തിയത്. ആ നിലയിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ ദാരി ഉസ്താദ് എലങ്കുളം നമ്മുടെ മജ്ലിസിലേക്ക് വരുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഹെർവാടി പള്ളിയിലെ ചീഫ് ഇമാമാണ്. അള്ളാഹു എല്ലാ ഖൈറും സലാമത്തും നൽകട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യമാണല്ലോ, അങ്ങനെ വല്ലാതെ നീട്ടിക്കൊണ്ടുപോകുന്നതും അഭികാമ്യമല്ലല്ലോ. അവരുടെ പ്രാർത്ഥന ഇൻഷാ അള്ളാഹ് നമുക്ക് പ്രതീക്ഷിക്കാം. അള്ളാഹു തആല എല്ലാ കാര്യങ്ങളും സന്തോഷത്തിലാക്കി തരട്ടെ. അപ്പോൾ അൽ മുക്രിമു ലിദുർരിയതി, എൻ്റെ ദുർരിയത്തിനോട്, എൻ്റെ മക്കളോട് വലിയ ആദരവും ബഹുമാനവുമുള്ളവരാണ് ഒരു വിഭാഗം. വൽഖാലി ലഹും ഹവായിജുഹും, രണ്ടാമത്തെ വിഭാഗമാരാണ്? അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നവരാണ്. സഹോദരാ സഹോദരി ശ്രദ്ധിക്കണേ, അർബഅത്തുൻ 4 വിഭാഗം ആളുകൾ. അന ശഫീഉൽ ലഹും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർക്കെന്റെ ശഫാഅത്തുണ്ടാകും. ഒന്ന് അൽ മുക്രിമു ലിദുർരിയതി, എന്റെ മക്കളെ ആദരിക്കുന്നവർ, ബഹുമാനിക്കുന്നവർ. 2 വൽ ഖാലി ലഹും ഹവായിജുഹും, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നവർ. അള്ളാഹുവിന് പൊരുത്തമുള്ള ജീവിതം നയിക്കുന്നുവെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കിയിട്ട് അവരാവശ്യപ്പെടാതെ അത് നിറവേറ്റി കൊടുക്കുന്നതിന് വലിയ കൂലിയാണ്, വലിയ പ്രതിഫലമാണ്. മൂന്നാമത്തേത് വസ്സാഇ ഫീ ഉമൂരിഹിം, അവരുടെ കാര്യങ്ങളിലൊക്കെ പരിശ്രമിക്കുന്നവർ, അത് വിജയിപ്പിക്കാൻ ശ്രമം നടത്തുന്നവർ. നാലാമത്തേത് വൽ മുഹിബ്ബു ലഹും ബിഖൽബിഹി വലിസാനിഹി, നാവ് കൊണ്ടും ഹൃദയം കൊണ്ടുമൊക്കെ അവരെ വല്ലാതെ സ്നേഹിക്കുന്നവർ, അവരെ പരിഗണിക്കുന്നവർ. ഈ 4 സ്വഭാവങ്ങളുള്ളവർ, ഇവർക്ക് നാളെ എൻ്റെ ശഫാഅത്തുണ്ടാകുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് റസൂലുള്ളാഹിന്റെ മക്കളാണെന്ന നിലക്കുള്ള ഹുബ്ബാൻ, ആ നിലക്കുള്ള ആദരവാൻ, ആ നിലക്കുള്ള ഒരു പരിഗണനയാണ്. അങ്ങനെ ഉണ്ടാവുമല്ലോ, നമ്മളേറെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ഒരു കുട്ടിയുമായി നമുക്കുള്ള ബന്ധം എങ്ങനെയായിരിക്കും? അവരുടെ മക്കളോടുള്ള ബന്ധം എങ്ങനെയായിരിക്കും? വലിയ ഫാമിലി ബന്ധങ്ങളൊക്കെ പെട്ടെന്നുണ്ടായി വരുമല്ലോ. നമ്മൾ ഒരാളെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ നിലക്കുള്ളൊരു ബന്ധമാണിത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. പ്രത്യേകിച്ച് ഇത് അഹ്ലുബൈത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഒരു പരിപാടിയുടെ വാർഷികാണ്. ഇവിടെ മജ്ലിസുന്നൂർ ചൊല്ലി മഹാനായ ഉസ്താദ് അവർകൾ കാര്യമായി ദുആ ചെയ്തു. ഇതിലൊക്കെ പങ്കെടുക്കാൻ അവസരം കിട്ടിയതും അൽഹംദുലില്ലാ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ വലിയ നിഅമത്തായി കാണണം. ഇന്നിവിടെ എത്തിപ്പെട്ടവരോട് ഒരു കാര്യം ഞാൻ ആവശ്യപ്പെടുകയാണ്. ഒരല്പം തേൻകുപ്പികൾ ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാ ഇന്ന് ഈ മജ്ലിസിലെത്തിയ എല്ലാവർക്കും അതൊരു കുപ്പി കിട്ടണം. എങ്ങനെ കിട്ടണമെന്നറിയോ? അതെങ്ങനെ കിട്ടണമെന്നറിയോ?
ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മരുന്നായിട്ട് കിട്ടണം. അതിനെന്ത് വേണം? അതിന് ചില കാര്യങ്ങൾ ആ തേനിൽ മന്ത്രിക്കാൻ ഞാൻ പറയും. എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, അതാ രൂപത്തിൽ മന്ത്രിക്കണം. ഇന്ന് പല നിലക്കുള്ള രോഗങ്ങൾ വല്ലാതെ വർദ്ധിച്ചു വരികയല്ലേ. ഇന്നിപ്പോ വിളയിൽ പറപ്പൂർ എത്തീങ്കാനയിൽ ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിന് വന്ന കൂട്ടത്തിൽ തന്നെ ക്യാൻസർ എന്ന കാര്യത്തെക്കുറിച്ച് 6 ആളുകളെങ്കിലും ചുരുങ്ങിയത് എന്നോട് പറഞ്ഞിട്ടുണ്ടാകും. 6 ആളുകളെങ്കിലും. ചെറിയ മക്കൾക്ക് പോലും ക്യാൻസർ എന്ന മഹാമാരി പിടിപെടുന്നൊരു കാലഘട്ടം അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരു ഉമ്മയും ഒരു ഉപ്പയും വന്നിട്ട് സങ്കടത്തോടു കൂടെ പറഞ്ഞു, മരുമകന്റെ കഴുത്തിനൊരു തകരാറുണ്ടായിരുന്നു. 34 വയസ്സാണ് ഉസ്താദെ, ചെറിയ 2 മക്കളാണ്. അത് വള്ളിയുടെ എന്തോ കംപ്ലൈന്റാന്ന് പറഞ്ഞ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതാണ്. പക്ഷെ അതിന്റെ അസ്വസ്ഥത മാറുന്നില്ല. ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് വിവരം കിട്ടിയിരിക്കുന്നു, അത് ക്യാൻസറാണ്. അവന് ക്യാൻസറാണ്. 15 വയസ്സുള്ള കുട്ടിയുടെ കാലിന് ശക്തമായ വേദന, മുട്ടുംകാലിന് വേദന. ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ മരുന്നും ഗുളിക എഴുതി, തേക്കാൻ മരുന്ന് കൊടുത്തു. പക്ഷെ യാതൊരു കുറവും കാണുന്നില്ല. വീണ്ടും കാണിച്ചു, വീണ്ടും മരുന്ന് കൊടുത്തു, ഒരു മാറ്റവും കാണുന്നില്ല. വേദന കൂടിക്കൂടി വരികയാണ്. ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ 15 വയസ്സുള്ള മകന് ബ്ലഡ് ക്യാൻസർ ആണ്, മജ്ജക്ക് ക്യാൻസർ പിടിച്ചിരിക്കുന്നു, ചേലേമ്പ്രയിൽ നിന്ന്. ഇങ്ങനെ എത്ര കേസുകളാണ് നമ്മൾ കേൾക്കുന്നത്. 1 വയസ്സുള്ള കുട്ടിയെ കൊണ്ടുവന്നിട്ട് ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. കുട്ടിക്ക് കാണാൻ തകരാറൊന്നുമില്ലല്ലോ. അപ്പൊ കുട്ടിയുടെ തലയിൽ നിന്ന് തൊപ്പി അങ്ങ് എടുത്തു നോക്കുമ്പോ തലയുടെ പിൻവശത്ത് വലിയൊരു മുഴയാണ്. ക്യാൻസർ ആണെന്നാ പറഞ്ഞത്. ഇങ്ങനെയുള്ള ദാരുണമായ വാർത്തകൾ എത്രയാണ് നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു കാക്കട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി ഒരുമിച്ച് ചേർന്നതാണ്. ഇത് വെറുതാവില്ല. നിങ്ങളുടെ ആമീൻ വെറുതെയാവില്ല. അള്ളാഹു ഈ മജ്ലിസിൽ എത്തിപ്പെട്ടവരെയൊക്കെയും ക്യാൻസർ എന്ന മഹാമാരിയെ തൊട്ട് കാക്കട്ടെ. കിഡ്നിയുടെ തകരാറുകളെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഈ മജ്ലിസിൽ നിന്ന് ഈ തേന് കൊണ്ടുപോയിട്ട് അതിൽ നിന്നൊരു തുള്ളിയെങ്കിലും കുടിക്കുന്നവരാരൊക്കെയുണ്ടോ റബ്ബേ, ക്യാൻസർ എന്ന മഹാമാരിയിൽ നിന്നവർക്ക് സംരക്ഷണം കിട്ടിയിരിക്കണം. കിഡ്നിയുടെ തകരാറിൽ നിന്നവർക്ക് സംരക്ഷണം കിട്ടിയിരിക്കണം. അവരുടെ നാഡിനരമ്പുകളിൽ എവിടെയും ഒരു ബ്ലോക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടരുത്. അവരുടെ കൈകാലുകൾക്കൊരു കുഴച്ചിലോ തളർച്ചയോ വേദനയോ കടച്ചിലോ അനുഭവപ്പെടരുത്. എല്ലാ തരത്തിലുള്ള രോഗങ്ങൾക്കും, പ്രഷറും പ്രമേഹവും കൊളസ്ട്രോളും, കൈകാലുകളുടെ വേദനയും തരിപ്പും കടച്ചിലും, കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, വയറു സംബന്ധമായ, ഹാർട്ട് സംബന്ധമായ, കിഡ്നി സംബന്ധമായ, ബ്രെയിൻ സംബന്ധമായ, നാഡിനരമ്പുകൾ സംബന്ധമായ, അസ്ഥികൾ സംബന്ധമായ, മൂത്ര സംബന്ധമായ, അലർജി സംബന്ധമായ, മാനസികമായ, പൈശാചികമായ, സിഹർ സംബന്ധിയായ എല്ലാ രോഗങ്ങൾക്കും ഇത് ശിഫയാകണം. ഇതിൽ നിന്നൊരു തുള്ളിയെങ്കിലും കുടിച്ചവർക്ക് ഒരിക്കലും കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെടരുത്. അതിന് നിങ്ങൾ എന്ത് വേണമെന്നറിയോ? ഇൻഷാ അല്ലാ ഈ തേന് നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു 33 തവണ വുളൂഓടുകൂടെ അസ്ഹാബുൽ ബദറിന്റെ പേരിൽ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് അതിലേക്ക് മന്ത്രിക്കണം. ഒന്ന് ശ്രദ്ധിക്കണേ, ഞാനീ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കണം. ഒരു 33 സൂറത്തുൽ ഫാത്തിഹ. തേന് തന്നെ ശിഫയാൻ. യഖ്റുജു മിൻ ബുത്തൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൽ ലിന്നാസ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. തേന് ഖുർആന്റെ ഇജാദത്തുള്ള ശിഫയാൻ. അതിന് പുറമെ ഫാത്തിഹ കൂടി മന്ത്രിച്ചാലോ? ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉം മിൻ കുല്ലി ദാ. ഫാത്തിഹ എല്ലാ രോഗത്തിനും ശിഫയാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ രോഗത്തിനും, ശാരീരികമാവട്ടെ, മാനസികമാവട്ടെ, പൈശാചികമാവട്ടെ, സിഹർ സംബന്ധിയാവട്ടെ, എല്ലാ രോഗത്തിനും ഫാത്തിഹ ശിഫയാൻ. ഒരു 33 സൂറത്തുൽ ഫാത്തിഹ എണ്ണം കറക്റ്റാക്കിയിട്ട് അതിലേക്ക് നിങ്ങൾ മന്ത്രിക്കണം. ഒന്നും കൂടി ഞാൻ പറയട്ടെ, ഇത് കൊണ്ടുപോയി കഴിക്കുന്നവർക്ക് അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഖൈറായ നിലക്ക് നിറവേറിക്കിട്ടണം. അള്ളാന്റെ റഹ്മത്ത് പേമാരി പോലെ അവരിലേക്ക് പെയ്തിറങ്ങണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഒരു 114 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതും കൂടെ അതിലേക്ക് മന്ത്രിക്കണം. ഒന്ന് ശ്രദ്ധിക്കണേ, ഇതൊരു വലിയ മുതൽക്കൂട്ടായി നമുക്ക് മാറണം. ഇതുകൊണ്ട് നമ്മളെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണം.
നമ്മുടെ മക്കൾക്കൊക്കെ വീണ്ടും ഓൺലൈനിലേക്ക് പോകാൻ പോവാണ്. പടച്ചോനെ, നല്ല ബുദ്ധിശക്തിയും നല്ല ഓർമ്മശക്തിയും നല്ല ഗ്രാഹ്യശക്തിയും ഉണ്ടാവണം. പഠനത്തിലൊക്കെ വലിയ മികവ് അവർക്ക് കിട്ടണം. പരീക്ഷയിലൊക്കെ ഉന്നത വിജയം കിട്ടണം. ഇതുകൊണ്ട് അങ്ങോട്ട് വീട്ടുകാർ എടങ്ങാറാകുന്നൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുത്. ഇൻഷാ അള്ളാ ആ നിയ്യത്തൊക്കെ ചെയ്ത് എല്ലാ അർത്ഥത്തിലും ഇതെത്തുന്ന വീട്ടിൽ ഖൈറും വെച്ച് തോതിയിട്ട് കഴിച്ചോളൂ. ഇൻഷാ അള്ളാ ഫലം ഉണ്ടായിരിക്കും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒരു 3 സ്വലാത്ത് ചൊല്ലി ഈ മജ്ലിസിൽ നിന്ന് കൊണ്ടുപോകുന്നവർക്കൊക്കെ ഈ ഖൈറ് കിട്ടണം, റാഹത്ത് കിട്ടണം, പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണം. അതിനുവേണ്ടി നമുക്കൊന്ന് ദുആ ചെയ്യാലോ. ചൊല്ലു ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവേ റബ്ബേ റഹ്മാനേ റഹീമേ ഗഫൂറേ ജവാദേ സത്താറേ ഫത്താഹേ വദൂദേ ഹഫീളേ മുഅ്മിനേ മുഹൈമിനേ മലിക്കേ ജബ്ബാറേ ഖുദ്ദൂസേ വഹാബേ മുതകബ്ബിറേ ചൊല്ലിയ സ്വലാത്ത് സ്വീകരിക്കണമേ അല്ലാ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഇജാബത്ത് നൽകണമേ അല്ലാ. യാ റബ്ബ ജിബ്രീൽ വയാ റബ്ബ മീകായിൽ വയാ റബ്ബ ഇസ്റാഫീൽ വയാ റബ്ബ അസ്റായീൽ വയാ റബ്ബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മജ്ലിസ് മാനസികമായി പൈശാചികമായി സിഹ്ർ സംബന്ധിയായി പുറത്തൊരാളോട് പറയാൻ മടിക്കുന്ന വിധത്തിലുള്ള രോഗങ്ങളായി പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അല്ലാഹുവേ ആ രോഗങ്ങൾക്കൊക്കെയും അല്ലാ മറവിയെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഞാനിതിനൊരു ഫിക്സ്ഡ് വിലയൊന്നും കാര്യമായിട്ട് പറയുന്നില്ല. എല്ലാവർക്കും ഒരു കുപ്പി കിട്ടണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട്, ഇത് ഈ മജ്ലിസിൽ നിന്ന് ഒരാൾക്കും കിട്ടാതിരിക്കരുത് എന്നൊരാഗ്രഹമുള്ളത് കൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ ഒരു 500 റുപ്യ അതിലേക്ക് നിയ്യത്ത് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്തോളൂ. 500-നൊന്നും കഴിയൂല. ബദരീങ്ങൾ എണ്ണ അനുസരിച്ച് ഒരു 313 റുപ്യക്ക് എടുത്തോളാം. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യൂ. ഇല്ലെങ്കിൽ ഒരു 200 റുപ്യ, ചുരുങ്ങിയതൊരു 100 റുപ്യെങ്കിലും നിയ്യത്ത് ചെയ്യേ. അതിൻ്റെ താഴോട്ട് പോകണ്ട. ഇതൊക്കെ ഇതിനൊരു വില വരുമല്ലോ. അപ്പം ഇൻഷാ അല്ലാ കയ്യിൽ ഇപ്പം കാശുള്ളവർ ഇപ്പം തന്നെ കൊടുത്തോളൂ. ഇല്ലെങ്കിൽ പരമാവധി ഇത് നമുക്ക് കിട്ടണമെന്ന നിയ്യത്ത് കൊണ്ട് ഞാൻ പറയാണ്, നമ്മൾ ഈ നാട്ടുകാരും പരിസരത്തുള്ളവരൊക്കെ ആണല്ലോ വൈകാതെ അത് എത്തിച്ചു കൊടുക്കുന്ന നിലക്ക്, നാളെ മറ്റന്നാളോ ഒക്കെ ആയിട്ട് അത് എത്തിച്ചു കൊടുക്കുന്ന നിലക്ക് ഇൻഷാ അല്ലാ ഒരു കുപ്പി അതെല്ലാവർക്കും കിട്ടണം. അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. അമീൻ പറയും. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു റാഹത്ത് നൽകട്ടെ. അതുകൊണ്ട് മാറാത്തൊരു രോഗം ഉണ്ടാവരുത്. അപ്പം 500 കഴിയുന്നവരങ്ങനെ നിയ്യത്ത് ചെയ്തോളൂ. അല്ലാത്തവർ 313 അല്ലെങ്കിൽ ഒരു 200എങ്കിലും ഇൻഷാ അല്ലാ. അതിനും കഴിയൂലെങ്കിൽ തേന് കിട്ടാതിരിക്കാൻ പറ്റൂല. ഒരു 100 റുപ്യെങ്കിലും നിയ്യത്ത് ചെയ്തിട്ട് നിങ്ങൾ അള്ളാഹിൻ്റെ പൊരുത്തം കാക്ഷിച്ചത് സ്വീകരിക്കണം. അതിൻ്റെ ഒരു ബറക്കത്തും റാഹത്തും സന്തോഷവും അള്ളാഹു നമുക്ക് നൽകട്ടെ. ഒന്ന് ഉദ്ഘാടനം ചെയ്യാം. ഒരു കുപ്പി ആരാ? ഒരാൾ വരും. ഒന്ന് ഉദ്ഘാടനം ചെയ്യാം. ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു അൽത്തെ കയ്യിൽ കിതാബ് വാങ്ങാൻ തൗഫീക്ക് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ഇനി ഇത് പെട്ടെന്ന് സാസിലേക്കാൻ കൊടുത്താൽ മതി. ഇങ്ങോട്ട് വരുത്തി ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. സംഘാടകർ ബന്ധപ്പെട്ടവരില്ലേ, പെട്ടെന്ന് കൊടുത്തേക്ക്. ഇൻഷാ അല്ലാ വാങ്ങണോ വാങ്ങണ്ടേന്നൊന്നും ആലോചിച്ചിരിക്കണ്ട. ഇൻഷാ അല്ലാ ഇതൊക്കെ കിട്ടുമ്പോഴേ കിട്ടൂ. ഒരു കുപ്പി എല്ലാവർക്കും അത് കിട്ടണം. അള്ളാഹു എത്രയും പെട്ടെന്ന് അതുകൊണ്ട് നമ്മളെല്ലാ പ്രയാസങ്ങളും പരിഹരിച്ചു തരട്ടെ. ഈ ഹോസ്പിറ്റലും മരുന്നും ടെസ്റ്റുകളും ചികിത്സകളും ഒക്കെയായുള്ളൊരു ജീവിതം ഉണ്ടല്ലോ, അതിനെ തൊട്ട് പൂർണ്ണമായ കാവൽ അള്ളാഹു നൽകട്ടെ. ഇൻഷാ അല്ലാ എല്ലാവർക്കും ഓരോ കുപ്പി പെട്ടെന്ന് കൊടുക്കുക. അള്ളാഹു വാങ്ങുന്നവർക്കെല്ലാവർക്കും വലത് കയ്യിൽ കിതാബ് വാങ്ങാൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും പരിഹരിക്കട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹു തആല തീർത്തു കൊടുക്കട്ടെ. വെമ്പയും കൊടുത്തുകൂടി എല്ലാവർക്കും ഓരോ കുപ്പിയാണ്ട് കൊടുത്തേക്ക്. ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ കയ്യിൽ ക്യാഷുള്ളവരൊക്കെ നിയ്യത്ത് നല്ലൊരു ക്യാഷ് ഇപ്പം തന്നെ കൊടുത്തോളൂ. അള്ളാഹുവേ റബ്ബേ, ഇത് വെറുതാക്കരുതേ പടച്ചോനെ, ഇത് വെറുതാക്കരുതേ റബ്ബേ.
ഇതുകൊണ്ടെല്ലാ ഹൈറും സലാമത്തും സന്തോഷവും എല്ലാവർക്കും നൽകണമേ തമ്പുരാനെ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്കും എത്തിച്ചു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് അവർക്കും കിട്ടണം ഒരു കുപ്പി. ഇത് വാങ്ങണോ വാങ്ങണ്ടേ എന്ന് ആലോചിച്ച് നിൽക്കരുത്. ഒരു സ്വലാത്തിൻ്റെ വാർഷികമാണ്, ഒരു മജ്ലിസുൻ നൂറിൻ്റെ വാർഷികമാണ്. അസ്ഹാബുൽ ബദറിൻ്റെ പേരിവിടെ പറഞ്ഞ് പാരായണം ചെയ്തു. അതിന് പുറമെ മഹത്തായ ചില ബൈത്തുകളൊക്കെ ചൊല്ലി സുദീർഘമായ പ്രാർത്ഥന നടത്തിയ മുഅ്മിനീങ്ങളുടെ സാന്നിധ്യം കൊണ്ടും ആമീൻ കൊണ്ടും അനുഗ്രഹീതമായൊരു മജ്ലിസാണ്. ഇതൊന്നും നമുക്ക് വെറുതെയാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിലേക്ക് വലിയ മുതൽക്കൂട്ടാകും വിധം നമ്മിൽ നിന്ന് കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് കളക്ഷനൊക്കെ നടക്കും. എല്ലാത്തിനോടും എല്ലാവരും സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒഴിവാക്കി. അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടൂല. ഞാനൊരായത്ത് നിങ്ങളെ കേൾപ്പിക്കാമെന്ന് ശ്രദ്ധിക്കണേ. ഖുർആനുമായി ബന്ധമില്ലാത്തവർ ഒരുപക്ഷെ നമ്മളെ കൂട്ടത്തിലുണ്ടാവാം. ഖുർആനുമായി ബന്ധമില്ലാത്തവർ, തീരെ ഖുർആൻ ഓതാത്തവർ, ഖുർആന്റെ മജ്ലിസിനെ പരിഗണിക്കാത്തവരൊക്കെ ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിലുണ്ടാവാം. എങ്കിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ അത്തരക്കാരെ കുറിച്ച് പറഞ്ഞതെന്താ? ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لما حشرتني أعمى وقد كنت بصيرا قال أتتك آياتنا فنسيتها فكذلك اليوم تنسى. സഹോദരാ ശ്രദ്ധിക്കണം, സഹോദരി ശ്രദ്ധിക്കണം. എന്താണ് ഈ പറയുന്നതെന്ന് ചിന്തിക്കണം. വമൻ അഅറള അൻ ദിക്രി, എൻ്റെ ദിക്റിൽ നിന്നൊരാൾ തിരിഞ്ഞുകളഞ്ഞാൽ. ഏതാണ് എൻ്റെ ദിക്ർ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീനൊന്നുമില്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ദുനിയാവിൽ മാത്രല്ല, ഖുർആനുമായി ബന്ധമില്ലാത്തവർക്ക് യുളയ്യഖു അലൈഹി ഖബ്റുഹു ഹത്താ തഖ്തലിഫ അളലാഉഹു, വാരിയല്ലുകൾ കോർക്കപ്പെടുന്ന രൂപത്തിൽ ഖബറും കുടുസായി മാറും. യുളയ്യഖു അലൈഹി ഖബ്റുഹു, അവന്റെ ഖബറാകെ കുടുസായി മാറുന്നതാണ്. ഹത്താ തഖ്തലിഫ അളലാഉഹു, അവന്റെ വാരിയല്ലുകൾ കോർക്കപ്പെടുന്ന രൂപത്തിൽ. മൻ ഖറഅ സൂറത്തൽ വാഖിയ കുല്ല ലൈല ലം തുസിബ്ഹു ഫഖത്തുൻ അബദാ. സഹോദരാ സഹോദരി ശ്രദ്ധിക്കണം. എന്താണ് ഈ പറയുന്നതെന്ന് ചിന്തിക്കണം. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മൻ ഖറഅ സൂറത്തുൽ വാഖിയ, ഒരാൾ സൂറത്തുൽ വാഖിയ ഓതുന്നു, ഫീ കുല്ലി ലൈല, എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിയ ഓതിയാൽ, ലം തുസിബ്ഹു ഫാഖത്തുൻ അബദാ, ഒരു തരത്തിലുള്ള ദാരിദ്ര്യവും അവനെ വേട്ടയാടുന്നതല്ല. അല്ല, ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചോ വെറും സാമ്പത്തികം മാത്രമാണെന്ന്? ആണോ? അല്ലല്ലോ. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തികം മാത്രമൊന്നുമില്ല. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അത് വിശാലർത്ഥത്തിലുള്ളതാണ്. ഒരാൾക്ക് ഹക്കായും കിട്ടേണ്ടത് എന്തൊക്കെയുണ്ടോ അത് കിട്ടാതിരിക്കുന്നത് ആ വിഷയത്തിലുള്ള ദാരിദ്ര്യം തന്നെയാണ്. ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധം, ഭാര്യയെ ഭർത്താവ് തീരെ പരിഗണിക്കുന്നില്ല, ഭാര്യയെ ഭർത്താവ് വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു, ഭർത്താവിൽ നിന്നൊരു പരിഗണനയും ഭാര്യയ്ക്ക് കിട്ടാതിരിക്കുന്നത്, ആ വിഷയത്തിൽ ആ ഭാര്യ അനുഭവിക്കുന്ന വലിയ ദാരിദ്ര്യമല്ലേ അത്? വലിയ പ്രയാസമല്ലേ അത്? ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ ഭർത്താവിനെ പരിഗണിക്കാതിരിക്കുക, ഭർത്താവിന് വഴിപ്പെടാതിരിക്കുക,
എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് പറഞ്ഞാൽ രണ്ട് തിരിച്ചു പറയുന്ന സ്വഭാവക്കാരിയായി ഭാര്യ മാറുക, ഇതാ വിഷയത്തിൽ ആ ഭർത്താവ് അനുഭവിക്കുന്ന വലിയ ദാരിദ്ര്യമല്ലേ? ആണല്ലോ. മക്കളെ മാതാപിതാക്കൾ തീരെ പരിഗണിക്കാതിരിക്കുക, മാതാപിതാക്കളുടെ ഒരു ശ്രദ്ധയും മക്കളിലില്ല, അതാ മക്കൾ അനുഭവിക്കുന്ന ദാരിദ്ര്യമാണ്. മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നില്ല, മാതാപിതാക്കൾക്ക് ഒരു പരിഗണനയും നൽകുന്നില്ല എങ്കിൽ ആ ഉമ്മയും ബാപ്പയും അനുഭവിക്കുന്നൊരു ദാരിദ്ര്യമാണത്. അതൊക്കെ ദുനിയാവിൽ വലിയ അല്ലലും അലട്ടലും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കും. എന്നാൽ മൻ ഖറഅ സൂറത്തൽ വാഖിയ കുല്ല ലൈല ലം തുസിബ്ഹു ഫഖത്തുൻ അബദാ, എല്ലാ രാത്രിയിലും ഒരാൾ സൂറത്തുൽ വാഖിയ ഓതുന്നുവെങ്കിൽ എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യത്തിൽ നിന്നും അല്ലാഹു മോചനം നൽകുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 മിനിറ്റ് മതി. 5 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ട് ഒരു ദിവസത്തിൽ 1440 മിനിറ്റ് അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ദിവസത്തിലേ 1440 മിനിറ്റ് അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് 5 മിനിറ്റ് എല്ലാ ദിവസവും മഗ്‌രിബിന് ശേഷം ഉപയോഗപ്പെടുത്താൻ കഴിയോ? ഉറപ്പിച്ചോളൂ, ദുനിയാവിൻ്റെ പ്രതിസന്ധിക്കത് പരിഹാരമാവും. നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഒഴുകൂരുള്ളൊരു ഉസ്താദ് ഒരിക്കൽ എന്നോട് പറഞ്ഞു, സൂറത്തുൽ വാഖിയയുടെ കറാമത്ത് ശരിക്കും അനുഭവിച്ച ഒരാളാണ് ഞാൻ. ഒരു മദ്രസ മുഅല്ലിം. സൂറത്തുൽ വാഖിയയുടെ മഹത്വം, അതിൻ്റെ കറാമത്ത് ശരിക്കും അനുഭവിച്ച ആളാണ് ഞാൻ. അതെങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? ഞാൻ ഉസ്താദെ കൊല്ലങ്ങളായിട്ട് മദ്രസ മുഅല്ലിമാണ്. എനിക്ക് 5 മക്കളാണ്. മൂത്തത് 4 പെൺകുട്ടികളാണ്, 5ാമത്തത് ആൺകുട്ടി. അൽഹംദുലില്ലാഹ് ഈ 4 പെൺകുട്ടികളുടെയും കല്യാണം 1 ഉറുപ്യ പോലും കടല്ലാതെ ഭംഗിയായിട്ട് ഞാൻ നിറവേറ്റി. എന്നിട്ട് അദ്ദേഹം പറയാം, അതിൻ്റെ ഒരു കാരണം, എൻ്റെ ഒരു വിശ്വാസം, ഞാൻ ദർസിൽ പോയി ചേർന്ന കൊല്ലത്തിൽ അവിടെ നാട്ടിലൊരു വയല് വെച്ചു. ഒരു ഉസ്താദ് വയലിന് വന്നു. ആ ഉസ്താദ് സൂറത്തുൽ വാഖിയയുടെ മഹത്വത്തെക്കുറിച്ച് നന്നായി പ്രസംഗിച്ചു. അന്ന് മുതൽ എനിക്ക് ആ സൂറത്തിനോടൊരു ഇഷ്ടം എൻ്റെ കൽബിലേക്ക് അങ്ങ് കയറി. എനിക്ക് ആ സൂറത്തിനോട് വല്ലാത്തൊരു താല്പര്യം തോന്നി. ഞാൻ ആ സദസ്സിൽ നിന്ന് ഉറപ്പിച്ചു, ഇൻഷാ അള്ളാഹ് ഇനി ഞാൻ മരണം വരെ മുടങ്ങാതെ ആ സൂറത്ത് ഓതിയിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ ഗൗരവമായി അത് ഓതാൻ തുടങ്ങി. എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞപ്പോൾ ഭാര്യയോട് ഞാൻ പറഞ്ഞു, പ്രധാനപ്പെട്ടൊരു കാര്യം എനിക്ക് നിന്നോട് പറയാനുള്ളത്, എന്നും സൂറത്തുൽ വാഖിയ ഓതണം, അത് മുടങ്ങരുത്. ഓതാൻ പറ്റുന്ന അന്നൊക്കെ സൂറത്തുൽ വാഖിയ ഓതണം. അവൾ എന്നെക്കാൾ ഈ വിഷയത്തിലൊക്കെ ഉഷാറാണ്. അവൾ പറഞ്ഞു, ഞാൻ പണ്ട് മുതലേ അത് ഓതി വരുന്നുണ്ട്, എൻ്റെ വാപ്പാക്കും അത് വലിയ നിർബന്ധമായിരുന്നു, അവളും ഇപ്പോൾ ഓതുന്നു. ഞങ്ങൾക്ക് മക്കളുണ്ടായി. മക്കളൊക്കെ ഖുർആൻ പഠിച്ചപ്പോൾ ഖുർആൻ പഠിച്ച മക്കളോട് കൃത്യമായി സൂറത്തുൽ വാഖിയ ഓതാൻ ഞാൻ നിർദ്ദേശിച്ചു. ഇപ്പോഴും എൻ്റെ 5 മക്കളും ആ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നവരാണ്. ഞാൻ ഇത്രയും കാലം മദ്രസ മുഅല്ലിമായി ജോലി ചെയ്യാണ്. അതിനിടയിൽ ഒരു 3 കൊല്ലം ഗൾഫിൽ പോയി. പക്ഷെ അതുകൊണ്ട് എനിക്കൊരു ലാഭം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നഷ്ടമില്ലാതെ ഒരു ലാഭം ഉണ്ടായിട്ടില്ല. അൽഹംദുലില്ലാഹ് ഇന്നും 1 ഉറുപ്പ്യം കടല്ല, റാഹത്തായി നല്ല നിലക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. സൂറത്തുൽ വാഖിയ ഇപ്പോഴും മുടക്കാറില്ല. മുഅ്മിൻ ഇത് ശ്രദ്ധിക്കണം, ഇത് ചിന്തിക്കണം. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നമ്മളെ വേട്ടയാടും. മൻ ഖറഅ സൂറത്തൽ വാഖിയ കുല്ല ലൈല ലം തുസിബ്ഹു ഫഖത്തുൻ അബദാ, എല്ലാ രാത്രിയിലും ഒരാൾ സൂറത്തുൽ വാഖിയ ഓതിയാൽ എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യത്തിൽ നിന്നും മോചനം. ദുനിയാവിന്റെ പ്രതിസന്ധിക്ക് പരിഹാരം ഖുർആനാണ്. ഖബറിന്റെ പ്രതിസന്ധിക്കും പരിഹാരം ഖുർആനാണ്. എല്ലാ ദിവസവും ഒരാൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യത്തിൽ നിന്നും അല്ലാഹു അയാൾക്ക് മോചനം നൽകുമെന്ന് എല്ലാ തരത്തിലുള്ള ഖബറിന്റെ പ്രതിസന്ധിയിൽ നിന്നും അല്ലാഹു അയാളെ രക്ഷപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ മുൽക്ക് തബാറക സൂറത്തെ മുൽക്കെന്ന സൂറത്തോതിയെല്ലാ രാത്രിയിൽ അവനും സുആലില്ലെന്ന് വന്നു ഹദീസതിൽ
മുൽക്കെന്ന സൂറത്തോതിയെല്ലാ രാത്രിയിൽ അവനും സുആലില്ലെന്ന് വന്നു ഹദീസതിൽ. ഹിയൽ മാനിയത്തോ ഹിയൽ മുഞ്ചിയത്തോ തുഞ്ചീഹി മിൻ അദാബിൽ ഖബരി. ഇത് ഖബറിന്റെ പ്രതിസന്ധിയെ ഇല്ലാതാക്കുന്ന സൂറത്താണ്. ഇത് ഖബറിൽ രക്ഷ നൽകുന്ന സൂറത്താണ്. ഇത് ഖബറിന്റെ പ്രയാസത്തിന് പരിഹാരം നൽകുന്ന സൂറത്താണ്. ഏത് സൂറത്ത്? സൂറത്ത് തബാറക്ക, സൂറത്തുൽ മുൽക്ക്. അല്ലാഹുവേ, പടച്ചോനെ, 4 മിനിറ്റ് മതി എൻ്റെ സഹോദര. ഈ ദുനിയാവിൽ നമ്മൾ കഴിച്ചു കൂട്ടുന്നതിനേക്കാൾ എത്രയോ കാലം നമ്മൾ കിടക്കേണ്ടത് ഖബറിലല്ലേ? അതിൽ ആർക്കാ സംശയം? ദുനിയാവിൻ്റെ ഭാവിയെ കരുപിടിപ്പിക്കാൻ നമ്മൾ അധ്വാനിക്കുന്നത് എത്രയാണ്? ദുനിയാവിലുള്ള നമ്മളുടെ ഭാവി ജീവിതത്തെ കെട്ടുറപ്പുള്ളതാക്കാൻ വേണ്ടി നമ്മൾ ആലോചിക്കുന്നത് എത്രയാണ്? അതിനുവേണ്ടി നമ്മൾ ആസൂത്രണങ്ങൾ നടത്തുന്നത് എത്രയാണ്? എന്നാൽ ഈ ദുനിയാവിൽ നമ്മൾ കഴിഞ്ഞുകൂടുന്നതിനേക്കാൾ എത്രയോ കാലം, അതും സ്വന്തം തനിച്ചു വിരണ്ട് കഴിയേണ്ട ഖബർ. സ്വന്തം തനിച്ചു വിരണ്ടു മണ്ണറക്കുള്ളിലെ കിടക്കുന്ന കാലം തീർച്ചയാണ് നിന്നിലെ. സ്വന്തം തനിച്ചു വിരണ്ടു മണ്ണറക്കുള്ളിലെ കിടക്കുന്ന കാലം തീർച്ചയാണ് നിന്നിലെ. വത്സല്യ മക്കൾ കണ്ടടം ഒലിക്കുന്നതായി വന്നവിടെ നിന്നും കൊണ്ട് കൈ ഉയർത്തുന്നതായി. എന്നാൽ നിനക്കത് കൊണ്ടേനാസുള്ളതാ, ഇത് നിന്റെ സ്വന്തം മക്കളാൽ ലഭിക്കുന്നതാണ്. സ്വന്തം തനിച്ചു വിരണ്ടു മണ്ണറക്കുള്ളിലെ കിടക്കുന്ന കാലം തീർച്ചയാണ് നിന്നിലെ. അള്ളാഹു ആ ജീവിതം സന്തോഷാക്കി തരട്ടെ. ഇന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞേക്ക്, ആ ജീവിതം അള്ളാഹു റാഹത്താക്കി തരട്ടെ. ഒരു പക്ഷേ നാളെ ഈ സമയമാകുമ്പോഴത്തേക്ക് മണി 10 കഴിഞ്ഞു. നാളെ ഈ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ അടിയിലെത്തൂല എന്നെന്താ ഉറപ്പ്? ചിലപ്പോൾ മയ്യത്ത് കുളിപ്പിക്കൽ കഴിഞ്ഞിട്ടുണ്ടാവും, കഫൻ ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ മേൽ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടാവും. താങ്ങിപ്പിടിച്ച് കൊണ്ടുപോയി പള്ളിയിൽ നിന്ന് മയ്യത്ത് നിസ്കരിച്ച് കള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി ഇതിൻ്റെ അടിയിലേക്ക് നമ്മൾ താഴ്ത്തിയിട്ടുണ്ടാവും. ഖബറിൻ്റെ പണിയൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞ് ചോദ്യം തുടങ്ങിയിട്ടുണ്ടാവും. എടോ ഉമർ റബ്ബുക്ക വമൻ നബിയുക്ക വമാ ദീനുക്ക വമാ ഖിബ്ലത്തുക്ക. അതിലേക്കു 2 മലക്കുകൾ ഉണ്ടെന്നതും മുൻകർ നകീറെന്നാണ് നാമം എന്നതും കണ്ടാൽ വിറക്കും രൂപമാണവർക്കുള്ളതും എന്നും ഹദീസിൽ തന്നെയാ പറയുന്നതും. അബ്ബേദു നബിയേതാണ് ദീനും ഏതാ? ചോദ്യം ഇതാണ്, അതിനുത്തരം ചെയ്യേണ്ടതാ, അതിനുത്തരം ചെയ്യേണ്ടതാ. അതിലേക്കു 2 മലക്കുകൾ ഉണ്ടെന്നതും മുൻകർ നകീറെന്നാണ് നാമം എന്നതും കണ്ടാൽ വിറക്കും രൂപമാണവർക്കുള്ളതും എന്നും ഹദീസിൽ തന്നെയാ പറയുന്നതും. അബ്ബേദു നബിയേതാണ് ദീനും ഏതാ? ചോദ്യം ഇതാണ്, അതിനുത്തരം ചെയ്യേണ്ടതാണ്. പഠിച്ചോനെ, അള്ളാഹു ആ ഖബർ നമുക്ക് സന്തോഷാക്കി തരട്ടെ. ഖബറിൽ പ്രയാസപ്പെടേണ്ട ഒരവസ്ഥയെ തൊട്ട് അള്ളാഹു കാവൽ നൽകട്ടെ. ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ കുടുങ്ങിപ്പോകുന്നതിന് തൊട്ട് അള്ളാഹു കാക്കട്ടെ. എങ്കിൽ ആ ഖബറിൻ്റെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാ ദിവസവും ഒരു 4-5 മിനിറ്റ് ഉപയോഗപ്പെടുത്തി സൂറത്തുൽ മുൽക്ക് ഓതിയാൽ ഖബറിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ലല്ലോ. ഖബർ രക്ഷപ്പെടുമല്ലോ. ഖബർ മാത്രല്ല, എന്നും സൂറത്തുൽ മുൽക്ക് ഓതുന്ന മനുഷ്യനെ എങ്ങാനും അള്ളാഹു നരകത്തിലേക്ക് ഇടാൻ തീരുമാനിച്ചാൽ ഈ സൂറത്ത് അള്ളാഹിനോട് തർക്കിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെങ്ങനെ? എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് ഓതുന്നൊരു മനുഷ്യൻ സൂറത്തുൽ മുൽക്ക് എന്ന് ഓതും. ആ സൂറത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. അയാളിൽ നിന്ന് ചില അബദ്ധങ്ങളൊക്കെ പറ്റിപ്പോയി, ചില തിന്മകളൊക്കെ സംഭവിച്ചു പോയി. നാളെ റബ്ബിൻ്റെ കോടതിയിൽ
തീരുമാനം വന്നു, പടച്ചോനെ അയാൾ നരകത്തിലേക്ക് പോകേണ്ടവനാണ്, ഹിസാബ് കഴിഞ്ഞു നരകത്തിലേക്ക് പോകേണ്ടവനാണെന്ന് തീരുമാനം വന്നു എങ്കിൽ ഈ സൂറത്ത് അള്ളാഹുവിനോട് പറയും, പടച്ചോനെ അവനെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണം, അവനെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണം എന്ന് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും. രണ്ടാമതും അള്ളാഹുവിൻ്റെ തീരുമാനം വരും, അല്ല ഇവൻ നരകത്തിലേക്ക് പോകേണ്ടവൻ തന്നെയാണ്. അപ്പോൾ ഈ സൂറത്തിൻ്റെ സ്വഭാവം മാറും. മാഷാ അല്ലാഹ്. ഇപ്പോഴാണ് വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുലൈമാൻ ദാരിമി ഉസ്താദ് നമുക്ക് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ വരുന്നുണ്ട്. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, മുഅ്മിനീങ്ങളെ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഏതായാലും ഈ സൂറത്ത് റബ്ബിനോട് പറയും, പടച്ചോനെ അള്ളാഹുവേ ഇവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് ഞാൻ നിന്നോട് ശുപാർശ ചെയ്തിട്ട് എൻ്റെ ശുപാർശ നീ സ്വീകരിച്ചില്ല. ഞാൻ നിന്നോട് ശഫാഅത്ത് ചെയ്തിട്ട് എൻ്റെ ശഫാഅത്ത് നീ അംഗീകരിച്ചില്ല എങ്കിൽ ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട്. ഇവൻ ദുനിയാവിൽ നിന്ന് എന്നെ ഒഴിവാക്കിയിട്ടില്ല, അതുകൊണ്ട് ഇവിടുന്ന് അവനെ ഒഴിവാക്കാൻ എനിക്ക് പറ്റൂല, എനിക്കതിന് പറ്റൂല. കാരണം ദുനിയാവിൽ നിന്ന് അവൻ എന്നെ ഒഴിവാക്കിയിട്ടില്ല. എന്തൊക്കെ അവൻ ചെയ്താലും ദുനിയാവിൽ നിന്ന് എന്നെ സ്നേഹിച്ചിരുന്നു, എന്നെ ഒഴിവാക്കിയിട്ടില്ല. അതൊരു പ്രതീക്ഷയിലാണ്. അതുകൊണ്ട് അല്ലാഹുവേ ഇവിടുന്ന് അവനെ ഒഴിവാക്കാൻ എനിക്ക് പറ്റൂല. അതുകൊണ്ട് അവനെ നരകത്തിലിടണമെന്നൊരു നിർബന്ധം നിനക്കുണ്ടെങ്കിൽ ഇന്നും കൂടി നരകത്തിലേക്ക് അങ്ങ് ഇട്ടേക്ക് എന്ന് ഈ സൂറത്ത് അള്ളാഹിനോട് പറയും. അങ്ങനെ തർക്കിക്കും. നിനക്കവന് മാപ്പ് കൊടുത്തത് കൊണ്ടൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ, ഒന്നും നഷ്ടപ്പെടില്ലല്ലോ. എന്നിട്ടും മാപ്പ് കൊടുത്ത് സ്വർഗം നൽകാൻ നീ തയ്യാറല്ലെങ്കിൽ ഇന്നും കൂടി നരകത്തിലേക്ക് അങ്ങിട്ടാളാന്ന് അള്ളാഹുവിനോട് പറഞ്ഞ് തർക്കിച്ച് ഈ സൂറത്തവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആൻ ദുനിയാവിൻ്റെ പ്രതിസന്ധിക്ക് പരിഹാരാണ്, ആഖിറത്തിലെ പ്രതിസന്ധിക്കും പരിഹാരാണ്. ഖുർആൻ അവഗണിച്ചാൽ അവൻ്റെ ജീവിതം കുടുസായി മാറും. മഹ്ശറയിൽ അവൻ അന്ധനായിരിക്കും. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്കാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ. ഖിയാമത്ത് നാളിൽ നാം അവനെ അന്ധനാക്കും. ഖുർആനോടൊരു ബന്ധമില്ലാത്ത മനുഷ്യൻ പരലോകത്ത് ചെന്നാൽ അന്ധനായിരിക്കും, ബ്ലൈൻഡ് ആയിരിക്കും, ഒന്നും കാണാൻ കഴിയൂല. റബ്ബിനോ അവൻ ചോദിക്കും, പടച്ചോനെ ലി മഹശർതനി അഅ്മാ വഖദ് കുന്തു ബസീറ. അല്ല റബ്ബേ, എന്തിന് നീ എന്നെ അന്ധനാക്കി? ഞാനെല്ലാം നല്ല പോലെ കണ്ടിരുന്ന ആളായിരുന്നല്ലോ, എൻ്റെ കാഴ്ചയൊക്കെ പോയല്ലോ. അപ്പോൾ അല്ലാഹു പറയുമെടാ, അതത്ക ആയാതുന ഫനസീതഹ ഫകദാലികൽ യൗമ തുൻസ. എൻ്റെ ആയത്തുകൾ നിനക്ക് വന്നിരുന്നു, എൻ്റെ ഖുർആൻ നിനക്ക് കിട്ടിയിരുന്നു. അതൊന്നും പഠിക്കാനും ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും നീ തയ്യാറായില്ല. ഖുർആന്റെ മജ്ലിസിനോട് നിനക്ക് പുച്ഛമായിരുന്നു, ഖുർആന്റെ അഹ്ലുകാരോട് നിനക്ക് പുച്ഛമായിരുന്നു. ഖുർആൻ പഠിക്കാൻ നീ തയ്യാറായില്ല. ദൈനംദിന ജീവിതത്തിൽ ഓതേണ്ട ചില സൂറത്തുകൾ ഉണ്ടായിരുന്നു, അതോതാൻ നീ തയ്യാറായില്ല. ഖത്മ് തീർക്കുക എന്നുള്ള നിനക്ക് ഒരു പേജെങ്കിലും നീ ഓതിയോ? അതൊന്നും നീ ചെയ്തില്ല. എന്റെ ആയാത്തുകളെ നീ വിസ്മരിച്ചോ? ഫകദാലികൽ യൗമ തുൻസാ. അതുകൊണ്ട് ഇതാ അപ്രകാരം നിന്നെയും മറക്കപ്പെടുകയാണ്, യാതൊരു അനുഗ്രഹവും നിനക്ക് ലഭ്യമല്ല. ഖുർആൻ അവഗണിച്ചാലുള്ള പ്രശ്നമാണത്. രണ്ടാമത് പറഞ്ഞത് അഹ്ലുബൈത്താണ്. ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി. എൻ്റെ അഹ്ലുബൈത്തിന്റെ കാര്യത്തിൽ അള്ളാനെ ഞാൻ ഓർമ്മപ്പെടുത്താണ്, അത് തമാശയായി കാണണ്ട.